ഇന്ന് ഞാനും മക്കളും കൂടെ രാത്രിയായപ്പോൾ ലുലു പോയി വീട്ടിലത്തേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആദ്യം എന്താ മേടിച്ച ഈ ഒരു മാവാണ്. ഇതാണ് ഞാൻ എപ്പോഴും മേടിക്കുന്നത് കേട്ടോ, നമ്മുടെ ഇടിയപ്പത്തിനും പുട്ടിനും ഒക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഏതോ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ഏന്നൊന്നും എനിക്ക് എന്നോട് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വന്നതാണ്. അടുത്ത പ്രാവശ്യം പൊട്ടിക്കുമ്പോൾ നിങ്ങളെ കാണിക്കാവേ. പിന്നെ വീട്ടിൽ നിന്ന് കറിയൊന്നും വെക്കാത്തതുകൊണ്ട് അവിടുന്ന് തന്നെ കുറച്ച് ഇടിയപ്പവും അപ്പവും പിന്നെ ഒരു ചിക്കൻ സ്റ്റൂവോ അങ്ങനെ എന്തൊക്കെയോ കരുത ഇവർ രണ്ടുപേരുമാണ് വാങ്ങിയത്. അപ്പോൾ അടുക്കളയിലെ പാത്രം നേരത്തെ എല്ലാം കഴുകി തീർക്കാൻ വേണ്ടി അവർക്ക് ഞാൻ ആഹാരമൊക്കെ വാരി കൊടുക്കുകയാണ് ചെയ്തത്. കാരണം ആഹാരം വെച്ചോണ്ട് മണിക്കൂറോളം ഇരിക്കും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് മുഖമൊക്കെ കഴുകിയിട്ട് വാങ്ങിക്കൊടുന്ന സാധനങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ അവക്കാടോയും മാതളവും ഈത്തപ്പഴവും ഓറഞ്ചൊക്കെ മേടിച്ച് എൻ്റെ ജ്യൂസിന് വേണ്ടിയിട്ടാണ് ആഴ്ച കുടിക്കുക. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ പൊടി ശർക്കരയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത്. വൈകിട്ട് അവലുണ്ടായി. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് എൻ്റെ രാത്രി മുഖത്ത് മഞ്ഞളിടുന്നത്. ഇത് തന്നെ ഒരു 10-15 മിനിറ്റ് ഉരച്ചെടുക്കുമ്പോഴാണ് ഒരു കുറച്ച് മഞ്ഞളൊക്കെ കിട്ടുന്നത് കേട്ടോ. ഇതെല്ലാം കേട്ട് പിന്നെ നേരെ പോയി ബെഡെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് കൈയും കാലൊക്കെ കഴിയിട്ട് മാതാവിനൊരു മെഴുകുതിരി കത്തിക്കുക. എല്ലാ ദിവസവും വൈകുന്നേരം വിളക്കും കത്തിക്കും. മാതാവിനും മെഴുകുതിരിയും പീരീഡ്സ് ഒക്കെ ഇല്ലാത്ത സമയത്ത് കത്തിക്കും കേട്ടോ. എല്ലാ ദൈവത്തിലും എനിക്ക് വിശ്വാസമാണ്. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം 12 മണിയായെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഒരു ഇടിയപ്പം ഉണ്ടായിരുന്നു കഴിച്ചപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ.